നമസ്കാരം, എൻ്റെ പേര് ആനന്ദി കർഷി. ഞാൻ ആട്ടം എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകനും തിരക്കഥാകൃത്തുമാണ്. സംഗീത ഇപ്പോൾ പറഞ്ഞ പോലെ ഇത്രയും ഒരു ഷോർട്ട് നോട്ടീസിൽ ഇന്നലെ അവാർഡ് അനൗൺസ് ചെയ്യുകയും ഇന്ന് ഞങ്ങൾക്ക് ഒരു ആഗ്രഹം തോന്നുകയാണ് കുറെ കൂടി പ്രസ്സുമായിട്ട് സംസാരിക്കണമെന്നും അല്ലെങ്കിൽ കുറെ കൂടി ആളുകളിലേക്ക് ഇതിൻ്റെ ഒരു സന്തോഷം ഷെയർ ചെയ്യണമെന്നും. അപ്പോൾ അങ്ങനെ ഒരു ഷോർട്ട് നോട്ടീസിൽ പറയുകയും അങ്ങനെ എത്ര പെട്ടെന്ന് നിങ്ങളെല്ലാവരും വന്നില്ല എന്ന് തന്നെ ഒരു താങ്ക്സ്, ബിഗ് താങ്ക്സ്. ഇത് വളരെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു മൊമെൻ്റാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു സിനിമയുടെ പ്രൊമോഷന് വേണ്ടി ആണല്ലോ പൊതുവെ നമ്മൾ പ്രസ്സിനെ കാണുന്നതും മീഡിയനെ കാണുന്നതും ഒക്കെ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ സിനിമ എങ്ങനെയും എന്തും പറഞ്ഞ് എങ്ങനെയാണ് ആൾക്കാർ തിയേറ്ററിൽ എത്തിക്കുക, ആളുകൾ കാണുക. അപ്പോൾ അതിനകത്ത് ഒരുപാട് ടെൻഷൻ ഉണ്ട്. ആ സമയത്ത് നമ്മുടെ ഒരു മെന്റൽ സ്പേസ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ടെൻഷൻ, ആൻസൈറ്റി ഒക്കെയാണ്. പക്ഷെ ഇതൊരു വളരെ ആ സമയത്തൊന്നും തന്നെ നമ്മൾ സിനിമയുടെ അവാർഡ്സിനെ കുറിച്ചോ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നേയില്ല. സിനിമ ആളുകൾ എത്രയും കൂടുതൽ ആൾക്കാർ കാണാൻ പറ്റും, അവർ കാണുക, നമ്മുടെ പ്രൊഡ്യൂസർ എങ്ങനെയെങ്കിലും പൈസയൊക്കെ തിരിച്ച് റിക്കവർ ചെയ്യുക, ഇതൊക്കെയാണ് ആ സമയത്തെ ആശങ്കകളും ആഗ്രഹങ്ങളും. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഇത് മറ്റ് അവാർഡ് സെറമണികൾക്ക് പോകുമ്പോൾ ഒരുപക്ഷെ ഇന്ത്യയിൽ നിന്ന് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അവാർഡാണ്. ഈ സിനിമയ്ക്ക് ഇന്ത്യയിൽ നിന്ന് മുകളിലോട്ടൊരു അവാർഡ് കിട്ടാറില്ല. അപ്പൊ ഇങ്ങനൊരു ചെറിയ സിനിമ റിലേറ്റീവ്ലി മറ്റ് വലിയ സിനിമകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ റിലേറ്റീവ്ലി ചെറിയൊരു സിനിമയായിട്ട് ഇത്രയും പുതുമുഖങ്ങളുള്ള ഞാൻ തന്നെ ഒരു നവാഗത സംവിധായകൻ അങ്ങനെ ഒരു സിനിമ വരികയും ആ സിനിമയ്ക്ക് അതിന്റെ കൃത്യമായിട്ടുള്ള വാക്കുകൾ പറഞ്ഞാൽ എന്നെ കുറച്ചു മുമ്പ് സന്ദീപ് സേൻ എന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ സാർ വിളിച്ചിരുന്നു. സൗദി വെള്ളക്കയുടെ പ്രൊഡ്യൂസറാണ്. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് വളരെ സന്തോഷത്തോട് പറയുന്നത്, ആനന്ദ ഒരു സിനിമയുടെ നട്ടെല്ലാണ് നിങ്ങൾ അവിടെ നിന്നെടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് മലയാളത്തിന് അഭിമാനമായിട്ട്. കാരണം ഒരു സിനിമയുടെ നട്ടെല്ലാണ് അതിന്റെ സ്ക്രീൻ പ്ലേയും അതിന്റെ എഡിറ്റും, പിന്നെ സിനിമയ്ക്ക് തന്നെ മികച്ച സിനിമയുടെ അവാർഡ് ഉണ്ട്. അപ്പൊ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അനോളജി ആയിട്ട് തോന്നി. അപ്പോ അത് വലിയ സന്തോഷം തരുന്ന ഒരു നിമിഷമാണ്. അപ്പോൾ അത് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യണം എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു പ്രസ് മീറ്റിന്റെ ഒരു മെയിൻ ഉദ്ദേശം. അപ്പോൾ ഇതിനകത്ത് ആദ്യം തന്നെ ആരോടാണ് ഈ സിനിമ കടപ്പെട്ടിരിക്കുന്നത്? ഈ സിനിമ ആദ്യം തന്നെ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ഈ സിനിമ കണ്ട ആളുകളോടാണ് ആദ്യം. കാരണം ഈ സിനിമ കണ്ടവർ മറ്റാളുകളിലേക്ക് പ്രചരിപ്പിക്കുന്നതിലൂടെയാണ് ഈ സിനിമ വളർന്നത്. ഈ സിനിമയ്ക്ക് നമ്മൾ ചെയ്യാവുന്ന എല്ലാ പ്രൊമോഷൻസും ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്തിരുന്നു. ഒരു പ്രൊഡക്ഷൻ ഹൗസിന് കഴിയാവുന്ന എല്ലാം ചെയ്തിരുന്നു. അത് പോസ്റ്റേഴ്സിന്റെ രീതിയിലാണെങ്കിലും ഫ്ലെക്സിന്റെ രീതിയിലാണെങ്കിലും ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ആയിട്ടുള്ള എല്ലാ പ്രൊമോഷൻസും മാർക്കറ്റിംഗ് എല്ലാം ചെയ്തിരുന്നു. പക്ഷെ ഈ സിനിമ അതിനുപരിയായിട്ട് ഈ സിനിമ വളരണമെങ്കിൽ ഇത്രയും പുതുമുഖങ്ങൾ, ഇപ്പം വിനയും ഷാജോൺ ചേട്ടനും ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ സിനിമ നന്ദൻ ഉണ്ണിയും ഒഴിച്ചു കഴിഞ്ഞാൽ സിനിമയിൽ പരിചയമുള്ള മുഖങ്ങൾ തന്നെ വളരെ കുറവാണ്. അപ്പോൾ അതിൽ വലിയ ബാലൻസ് ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ കണ്ട് മറ്റൊരാളെ ഇത് കാണണം, ഈ സിനിമ കാണണം എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച തിയേറ്ററിന് ശേഷം OTT-ലും ഇന്ത്യ മുഴുവൻ പല ആളുകൾ, സിനിമ ഇഷ്ടപ്പെടുന്ന പല ആളുകൾ അങ്ങനെ ഒരു തീ പടർത്തിയിട്ടുണ്ട്. അപ്പം അവരോടാണ് ഏറ്റവും കൂടുതൽ നന്ദിയും ഏറ്റവും കൂടുതൽ ഈ പടത്തിന്റെ ഈ അവാർഡ്സ് നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഓഫ്കോഴ്സ് ഈ സിനിമയുടെ ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ ഉണ്ട്. ഞാൻ സന്ദീപ് സാറിനോട് സംസാരിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സൗദി വെള്ളക്കയുടെ പ്രൊഡ്യൂസറെ വിളിച്ചപ്പോൾ ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ സിനിമയുടെ പ്രൊഡ്യൂസർ ഡോക്ടർ അജിത് ജോയ് ഇങ്ങനൊരു സിനിമ ചെയ്ത് ഇന്ന് ഇങ്ങനെ ഒരു 3 അവാർഡ്സ് കേരളത്തിലേക്ക് ദേശീയ തലത്തിൽ വരുമ്പോൾ അത് ഒരുപക്ഷെ ഒരുപാട് പുതിയ പ്രൊഡ്യൂസേഴ്സിനെ ഇൻസ്പയർ ചെയ്യും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരുപാട് പ്രൊഡ്യൂസേഴ്സിനെ റിസ്ക് എടുക്കാൻ, കണ്ടന്റ് നല്ലതാണെങ്കിൽ കണ്ടന്റ് ആ സിനിമയുടെ ഒരു ലോഞ്ചിവിറ്റിയെ സഹായിക്കുമെന്നും നാളെ ഈ മുടക്ക് മുതൽ തിരിച്ചു വരുമെന്നും ഉള്ള ഒരു ധൈര്യം കൊടുക്കാൻ അവർക്ക് ഒരുപാട് ഇൻസ്പിറേഷൻ ആണ് ഈ സിനിമ. അപ്പോൾ ഈ സിനിമയുടെ എവറി അച്ചീവ്മെന്റിന്റെ എല്ലാ അംഗീകാരങ്ങളും പോകുന്നത് ഇതിന്റെ പ്രൊഡ്യൂസറായ ഡോക്ടർ അജിത് ജോയ്ക്കാണ്. ജോയ് മൂവി പ്രൊഡക്ഷൻസിന്റെ ബാനറിലാണ് അദ്ദേഹം ഈ സിനിമ ചെയ്തത്. സോ ഇപ്പൊ നമ്മുടെ ആട്ടത്തിന് സംഭവിച്ചിരിക്കുന്ന 3 അവാർഡുകൾ എന്ന് പറയുന്നത് മികച്ച സിനിമയ്ക്ക്, മികച്ച തിരക്കഥാകൃത്തിനും, അതോടൊപ്പം മികച്ച എഡിറ്റിങ്ങിന് ഈ സിനിമയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഈ സിനിമയുടെ ആദ്യം അനൗൺസ് ചെയ്യുന്ന അവാർഡ് മികച്ച എഡിറ്റിങ്ങിന്റെ അവാർഡായിരുന്നു. അപ്പോൾ ആ അനൗൺസ്മെന്റിലാണ്
ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചതും കാരണം ഈ സിനിമ അതിന്റെ എഡിറ്ററാണ് ഈ ഇരിക്കുന്നത്, മഹേഷ് ഭുവനെ എന്ന് പറയുന്നത്. കാരണം ഈ സിനിമയുടെ എഡിറ്റിങ്ങിന് അത് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ ആ ജൂറി, അവിടെ ഉണ്ടായിരുന്ന ജൂറി നല്ല ടെക്നിക്കൽ നോ ഹൗസ് ഉള്ളൊരു ജൂറിയാണ്, അല്ലെങ്കിൽ അവർ ഫിലിം മേക്കേഴ്സ് ആണ്, അല്ലെങ്കിൽ എഡിറ്റേഴ്സ് ആണ്. കാരണം ഈ സിനിമയിലെ എഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ആളുകൾ അല്ലെങ്കിൽ സിനിമ റിവ്യൂ ചെയ്യുന്ന ആളുകളോ അല്ലെങ്കിൽ മറ്റു ആളുകളൊക്കെ പറയുന്ന പോലത്തെ വളരെ ഫ്ലാഷി ആയിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഭയങ്കര എഡിറ്റാണ്, വളരെ ഗ്രാഫിക്കൽ ഇമേജസും അല്ലെങ്കിൽ ഭയങ്കര ട്രാൻസിഷൻസും അല്ലെങ്കിൽ പിന്നെ നോൺ ലീനിയർ കട്ട്സ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്ന സാധാരണ ഭയങ്കര എഡിറ്റിംഗ് എന്ന് പറയുന്ന സാധാരണ ഒരു പ്രേക്ഷകൻ പറയുന്ന തരത്തിലുള്ള ഒരു എഡിറ്റ് അല്ല. ആദ്യ സീൻ മുതൽ അവസാനത്തെ സീൻ വരെ, ഓൾമോസ്റ്റ് അവസാനത്തെ സീൻ വരെ 10-13 പേര് എല്ലാ സീനിലും ഉള്ള, അതും ഒരു സ്പേസിൽ 70% ഒരു സ്പേസിൽ ഷൂട്ട് ചെയ്യുന്ന ഒരു ഏരിയയിൽ അത് ഷൂട്ട് ചെയ്യുക അതീവ ദുർഘടമാണ്. അത് എഡിറ്റ് ചെയ്യുക, അത് ഒരു കാഴ്ചക്കാരന് വളരെ സീംലെസ് ആയിട്ട് അനായാസമായിട്ട് അതിന്റെ കഥ പറച്ചിലിന് യാതൊരു ഒരു ഇറിറ്റേഷനോ ഒരു ബ്രേക്സോ ഒന്നും വരാതെ ഈസി ആയിട്ടുള്ള ഒരു കാഴ്ചാനുഭവം ഉണ്ടാക്കുന്ന പറയാൻ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക്കാണ്. അത് അച്ചീവ് ചെയ്തത് മഹേഷിന്റെ ഒരു എക്സലൻസ് ആണ്. അപ്പൊ അതിന് ഒരു 310ഓളം സിനിമകളാണ് കമ്പീറ്റ് ചെയ്തത്. ആ 310 സിനിമകളിൽ നിന്ന് നമുക്ക് മികച്ച എഡിറ്റിങ്ങിനുള്ള ഒരു അവാർഡ് കിട്ടിയത് അത് ഞാൻ വളരെ വളരെ അധികം അഭിമാനിക്കുന്നു. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് സോ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആക്ടേഴ്സ് ഉണ്ട്. ഈ സിനിമ ഞാൻ പലവട്ടം പല വേദികളിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഈ സിനിമ ഉണ്ടായി വരാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ വിനയ് ഫോർട്ടാണ്. അതുപോലെ തന്നെ ഇവിടെ എൻ്റെ സുഹൃത്ത് ഗിരീഷ് മേനോൻ എന്ന് പറഞ്ഞ അദ്ദേഹം ഇപ്പോഴുണ്ട്. ഗിരീഷ് മേനോനാണ്, ഞങ്ങളെല്ലാവരും തന്നെ സുഹൃത്തുക്കളാണ്, 10-25 വർഷമായിട്ടുള്ള സുഹൃത്തുക്കളാണ്. അപ്പോൾ ഗിരീഷ് മേനോനാണ് പറഞ്ഞത് നമുക്കൊരു സിനിമ ചെയ്യണം, എന്തെങ്കിലും ഒരു വർക്ക് നമ്മുടെ ഭാഗത്ത് നിന്ന് വേണം. നമ്മളിങ്ങനെ ഒരു നാടകക്കാർ, ഇത്രയും സിനിമ അഭിനയിക്കാൻ താല്പര്യമുള്ള നാടകക്കാർ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കരുത്, എന്തെങ്കിലും ചെയ്യണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനുശേഷം വിനയ് എൻ്റെ അടുത്ത് പറയുകയാണ്, ഇവരെ വെച്ചിട്ട് ഈ ബാക്കി ഇരിക്കുന്ന എല്ലാവരും ഉണ്ട്, വേറെ ഇല്ലാത്തവരും, ഇവരെയൊക്കെ വെച്ചിട്ട് ഒരു സിനിമ ചെയ്യാൻ പറ്റുമോ, നിനക്ക് അവരെ എനിക്ക് സിനിമയിലോട്ട് കൊണ്ടുവരണം എന്നൊരു ആഗ്രഹമുണ്ട് എന്ന് പറയുന്നിടത്താണ് സിനിമ തുടങ്ങുന്നത്. അപ്പോൾ സോ ഓൾ ക്രെഡിറ്റ് ഗോസ് ടു വിനയ് ഫോർട്ടൻ. ഓഫ് കോഴ്സ് ഞങ്ങളുടെ കൂടെ ചേർന്ന് ഈ കൂട്ടത്തിൽ ബാക്കി എല്ലാവരും സുഹൃത്തുക്കളായിരിക്കും. ഇങ്ങനത്തെ ഒരു സിനിമയിലോട്ട് ഒരു പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ അദ്ദേഹം ഈ കൂട്ടത്തിന്റെ ഭാഗമാകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഞാൻ പല സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളതാണ്. വിനയുടെ അടുത്ത് ഞാൻ ചോദിച്ചു, ഈ ഹരി എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്യാനായിട്ട് ഞാനൊരു 3-4 പേരുടെ ഓപ്ഷൻസ് കൊടുത്തപ്പോൾ എൻ്റെ വിനയ് പറഞ്ഞാണ്, നിനക്ക് മനസ്സമാധാനമായിട്ട് ഷൂട്ട് ചെയ്യണം, അങ്ങനെയാണെങ്കിൽ ഷാജോൺ ചേട്ടൻ്റെ അടുത്ത് പോവുക, അതല്ല നിനക്ക് കുറച്ച് ബഹളങ്ങളും പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ മറ്റു 3-4 ഓപ്ഷൻസ് ഉണ്ട്, അവരൊക്കെ ഗംഭീരമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു മനസ്സമാധാനമാണ് മെയിൻ. അപ്പൊ ഷാജോൺ ചേട്ടൻ നല്ല ആക്ടറാന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അപ്പൊ എങ്ങനെ ഷാജോൺ ചേട്ടൻ്റെ അടുത്ത് പോവുകയും ഷാജോൺ ചേട്ടൻ ഈ സിനിമയുടെ ഭാഗമാവുന്ന അല്ല പ്രധാനപ്പെട്ടത്, ഞങ്ങളിൽ ഒരാളായി എന്നുള്ളത് ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ അനുഭവമായിരുന്നു. ഈവൻ ടു ബി പ്രിസൈസ്, അദ്ദേഹത്തിന്റെ അഭിനയ രീതി പോലും, അദ്ദേഹം വന്ന് ഒരു 10-20 മിനിറ്റിനകത്ത് അദ്ദേഹത്തിന് മനസ്സിലായി സാധാരണ സിനിമയുടെ ഒരു ഫോർമാറ്റിലല്ല ഇതിന്റെ അഭിനയത്തിന്റെ രീതി പോലും പോകുന്നത്. 10-20 മിനിറ്റിനകത്ത് അതിലേക്ക് അഡാപ്റ്റ് ചെയ്തു എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അതുപോലെ ഈ 12 ആണുങ്ങളുടെ എതിരെ ഒരാളാണ് പെണ്ണായിട്ട് ഈ സിനിമയിൽ മുഖ്യ കഥാപാത്രമായിട്ടുള്ളത്. വേറെ 1-2 ലേഡി ക്യാരക്ടേഴ്സ് ഉണ്ട്, പക്ഷെ മെയിൻ ലീഡായിട്ട് ഒരു പെൺകുട്ടിയാണുള്ളത്. ആ പെൺകുട്ടിയാണ് ഈ സിനിമയുടെ സോൾ, ആ സിനിമയുടെ എൻറ്റയർ വെയിറ്റ് ക്യാരി ചെയ്യുന്നത് ആ പെൺകുട്ടിയാണ്. അഞ്ജലി എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യുന്ന അതാരാണോ അയാളാണ്. ആ ആളായിട്ട് സെറിൻ ഷിഹാബ് എന്ന് പറയുന്ന ആക്ടറിനെ ഞങ്ങൾ കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ, പക്ഷേ ആ ഓഡിഷനിൽ കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ വീണ്ടും ഓഡിഷൻ ഞങ്ങൾ ചെയ്യേണ്ടി വന്നേനെ. പക്ഷെ അങ്ങനെ സെറിനെ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഇങ്ങനൊരു സിനിമ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് തന്നെ എനിക്ക് സംശയമുണ്ട്. അല്ലെങ്കിൽ ആ കാഴ്ചക്കാരന് ഇത്രയും ഒരു നുവാൻസ് പെർഫോമൻസ് കാണാൻ പറ്റുമെന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചത് കൂടെയാണ് ആക്ച്വലി ഈ 3 അവാർഡല്ല, 4ാമതൊരു അവാർഡും കൂടെ ആഗ്രഹിച്ചിരുന്നത് സെറിന്റെ മികച്ച നടിയുള്ള അവാർഡാണ്. പക്ഷേ സാരമില്ല, സെറിൻ ഒരു മികച്ച നടിയാണെന്നുള്ളത് എന്തായാലും ഇന്ത്യയിലും എല്ലാ ഫിലിം മേക്കേഴ്സും തന്നെ നോട്ട് ചെയ്തിട്ടുണ്ട്. സെറിന് അതിൻ്റെ അവസരങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് സെറിൻ. അപ്പോൾ സംസാരം കുറച്ച് നീണ്ടുപോയി, അത് ഈ സന്തോഷത്തിന്റെ ആവേശത്തിൻ്റെയാണ്. അപ്പോൾ ഇനി ഞാൻ വിനയ്ക്ക് മൈക്ക് കൊടുക്കാം.
ബാക്കി തുടരെ ഓരോരുത്തർ സംസാരിക്കും. അതിനിടയിൽ മഹേഷിനും കൂടെ സംസാരിക്കും. ആക്ച്വലി ഒരു നാഷണൽ അവാർഡ് വിന്നർ ഇരിക്കെ സംസാരിക്കാൻ അത്ര ശരിയല്ല. അപ്പോൾ മഹേഷ് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു. ഇതൊരു സത്യം പറഞ്ഞാൽ ഇന്നലെ തൊട്ട് എന്താ നടക്കുന്നത് പോലും പിടിയില്ലാത്ത അവസ്ഥയാണ്. ശരിക്കും പ്രതീക്ഷിച്ചില്ല. പ്രതീക്ഷിച്ചെന്ന് പറഞ്ഞാൽ ആട്ടത്തിനൊരു അവാർഡ് പ്രതീക്ഷിച്ചിരുന്നു, ആഗ്രഹിച്ചിരുന്നു. ആട്ടത്തിനൊരു അവാർഡ് കിട്ടണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ആ സമയത്താണ് അതിന് മേലേക്ക് ബെസ്റ്റ് എഡിറ്റർ എന്ന് പറഞ്ഞ ഒരു അവാർഡും കൂടെ എനിക്ക് കിട്ടിയത്. ശരിക്കും ഒരു അത്ഭുതമാണ്. ഈ സിനിമ ശരിക്കും ആനന്ദ് പറഞ്ഞ പോലെ അവരുടെ ഒരു കൂട്ടായ്മ നിന്നുണ്ടായ സിനിമയാണ്. ഇതിലേക്ക് ഒരു പോയിന്റിൽ എനിക്ക് തോന്നുന്നു ഇവർ സിനിമ ഏകദേശം പ്ലാനിങ് എല്ലാം കഴിഞ്ഞ് സിനിമ ഷൂട്ടിന് എനിക്ക് 2 മാസമല്ല, ഒരു മാസം മുമ്പാണ് ശരിക്കും എഡിറ്റർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് ആരെയും ഫിക്സ് ചെയ്തില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ആദ്യ സിനിമ മധുരമായിരുന്നു. മധുരം കണ്ട് ആനന്ദ് എല്ലാം വിധി എന്ന് പറഞ്ഞാൽ ആദ്യം ആനന്ദ് മധുരം കാണുന്നു. മധുരം കാണുന്നതിൻ്റെ പിറ്റേ ദിവസം മദൻ ചേട്ടൻ എനിക്ക് മുമ്പേ ഞങ്ങൾ സുഹൃത്തുക്കളാണ്. മദൻ ചേട്ടൻ എഡിറ്റർ ആവാത്തത് കൊണ്ട് ആനന്ദിൻ്റെ അടുത്ത് പറയുന്നത് എൻ്റെ ഒരു സുഹൃത്തുണ്ട് മഹേഷ് എന്നൊരു ആളുണ്ട്, പുള്ളി ഇങ്ങനെ മധുരം എന്നുള്ള പടം ചെയ്തിട്ടുണ്ട്, അപ്പോൾ പുള്ളീനെ വേണമെങ്കിൽ ആനന്ദിനെ നോക്കാമെന്ന് പറഞ്ഞു. ആനന്ദ് എൻ്റെ തലേ ദിവസം ആ പടം കണ്ടിട്ടുള്ളത് കൊണ്ട് ആനന്ദ് ഓക്കെ ആയിട്ട് എന്നെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് കഥ പറയുന്നു. കഥ കേട്ട ആ പോയിന്റിന് എനിക്ക് പടം ഇഷ്ടമായി, നമുക്കിത് ചെയ്യാമെന്ന് പറഞ്ഞു. അന്ന് തൊട്ട് ഞാൻ ഇവരുടെ കൂടെ ഇവരുടെ ടീമിൽ ഞാനും ഉണ്ട്. ഇവർ ഈ 10-20 വർഷമായിട്ടുള്ള ഇവരുടെ സൗഹൃദത്തിൽ ഒരാളായിട്ട് ഞാനും വന്നിട്ടുണ്ട്. ഇപ്പോഴും ആ ജേണി വീണു ഇപ്പോൾ ഈ അവാർഡ് കിട്ടിയത് വളരെയധികം സന്തോഷം. വേറൊരു കാര്യം പറയാനുള്ള, ഇന്നലെ മിനിങ്ങാന്ന് വരെ മഹേഷിൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്ന മഹേഷിന് പൊതുവേദികളിൽ സംസാരിക്കാൻ ഭയങ്കര ടെൻഷനാണ്, ആൾക്കാരെ കാണുമ്പോൾ ഭയങ്കര ടെൻഷനാണെന്ന് പറയുമ്പോൾ മഹേഷ് ഇന്ന് എൻ്റെ അടുത്ത് പറയുന്നത് നാഷണൽ അവാർഡ് കിട്ടിയപ്പോൾ പോലും അത് പോയി എന്നാണ് പറയുന്നത്. അങ്ങനെ ഒന്നും ഇപ്പോൾ തോന്നുന്നില്ല, അത്ര പേരോട് സംസാരിക്കാൻ പറയും. ഹലോ, ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു എവ്രി വൺ. ഷോർട്ട് നോട്ട്സിൽ നിങ്ങളെല്ലാവരും ഇവിടെ എത്തിയത് കാണാൻ നല്ല സന്തോഷമുണ്ട്. പിന്നെ എൻ്റെ കരിയറിൽ മാത്രമല്ല എൻ്റെ ജീവിതത്തിലെ പല പല നല്ല നിമിഷങ്ങൾ വന്നത് ആട്ടം വഴിയാണ്. ആൻഡ് ഫോർ ദാറ്റ് ഐ വിൽ ഓൾവേസ് ബി ഗ്രേറ്റ്ഫുൾ ടു ദ ഡയറക്ടർ ആൻഡ് ദ പ്രൊഡ്യൂസർ ആൻഡ് പിന്നെ എൻ്റെ വളരെ വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള കോ ആക്ടേഴ്സിനോടും ഐ എം വെരി വെരി ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ. ആൻഡ് ലൈക്ക് കുറേ അച്ചീവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. ഇത്രയും കുറേ അച്ചീവ്മെൻറ്റ്സും റെക്കഗ്നിഷൻസും ഒക്കെ കഴിഞ്ഞിട്ടും എൻ്റെ കരിയറിൽ ഒരു പോയിന്റിൽ ഇതൊക്കെ ഒരു സ്വപ്നമായിരുന്നു. ആൻഡ് ഫൈനലി ദിസ് ഇസ് ലൈക്ക് ദ ഹയസ്റ്റ് പോയിന്റ് ഓഫ് ഓൾ ദോസ് റെക്കഗ്നിഷൻസ്. ഈ സ്വപ്നം ഒരു റിയാലിറ്റി ആയതിലും എനിക്ക് തോന്നുന്നു ഇതൊരു കത്തിയിട്ടില്ല ആക്ച്വലി ഇത് സംഭവിച്ചിട്ടുണ്ടെന്ന്. പിന്നെ വളരെ വളരെ ഹാപ്പിയാണ്. ആൻഡ് ഐ ഡോണ്ട് നോ വെൻ ദിസ് വിൽ ഹാപ്പൻ അഗൈൻ ടു ഓൾ ഓഫ് us. സോ നമ്മൾ കുറച്ചുകൂടെ ചെറിഷ് ചെയ്യും, സെലിബ്രേറ്റ് ചെയ്യും. യാ എല്ലാവർക്കും നമസ്കാരം. അധികം സന്തോഷമുണ്ട്. കാര്യം വളരെ ഷോർട്ട് നോട്ടീസിലാണ് നമ്മളിങ്ങനെ പ്രസ് മീറ്റിനെ കുറിച്ച് ആലോചിക്കുകയും അപ്പോൾ ഞാനൊരു സുഹൃത്തിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇന്ന് വേറെ ആ നടി അവിടെ വരുന്നുണ്ട്, അപ്പോൾ അവിടെ പോകണം. പിന്നെ വേറൊരു നടി ഇവിടെ വരുന്നുണ്ട്, അപ്പോൾ അവിടെ പോകണം. വേറൊരു വലിയ സിനിമ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് എത്രത്തോളം ബുദ്ധിപരമായിട്ടുള്ള തീരുമാനമാണ് ഇത് എന്നുള്ള തരത്തിൽ. പക്ഷെ ആസ് എ ടീം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ജെറിൻ പറഞ്ഞാണ് ഇപ്പോൾ ആട്ടം എന്ന് പറയുന്ന നമ്മളുടെ ഈ സിനിമയ്ക്ക് സംഭവിച്ച് അല്ലെങ്കിൽ ഈ ഒരു അച്ചീവ്മെന്റ് ഇനി എന്നായിരിക്കും ജീവിതത്തിൽ ഉണ്ടാകുക എന്ന് പറയുന്ന ഒരു ധാരണക്കുറവുണ്ട്. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നു ഒരു സിനിമ അംഗീകരിക്കപ്പെടില്ല ഒരു തരത്തിലും. കാര്യം ഞങ്ങള് ഇപ്പോൾ ജെറിനും ഷാജുഖാനെ ഒഴിച്ച് ബാക്കി ഞങ്ങളെല്ലാവരും ഈ ഒരു തിയേറ്റർ ഗ്രൂപ്പിൽ പെട്ട ആളുകളാണ്. അപ്പോൾ തിയേറ്റർ ഗ്രൂപ്പ് തന്നെ എടപ്പള്ളി തൃപ്പൂണിത്തുറയൊക്കെയാണ്. അപ്പോൾ ഈ ഗ്രൂപ്പിലേക്ക് എങ്ങനെ എത്തിപ്പെടും അല്ലെങ്കിൽ അവിടെ വരെ എത്തിപ്പെടാനുള്ള ബസ് ചാർജിനൊക്കെ ബുദ്ധിമുട്ടിയിരിക്കുന്ന ആളുകളാണ് നമ്മൾ കൂടുതലും. അപ്പൊ അങ്ങനെ കലയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ അത്ര പാഷനേറ്റ് ആയിട്ട് സിനിമയെ കണ്ട ഞങ്ങളെല്ലാവരും കൂടെ ഒരു സിനിമ ചെയ്യുന്നു. അപ്പോൾ ഫൈനലി ഇന്നലെ സംഭവിച്ചത് ഞങ്ങളെല്ലാവരും കൂടെ ഭയങ്കര പാഷനേറ്റ് ആയിട്ട് ചെയ്തൊരു സിനിമ ഇന്ത്യ എന്ന 140 കോടി ജനങ്ങളല്ല അല്ലെങ്കിൽ മണിരത്നത്തിനെ പോലെയുള്ള മഹാനായിട്ടുള്ള ചലച്ചിത്രകാരൻ
സിനിമ കോമ്പറ്റ് ചെയ്യുന്ന, കാന്താര പോലെയുള്ള വലിയ സിനിമ കോമ്പറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ 50-100 കോടി ബഡ്ജറ്റിലൊക്കെ സിനിമകൾ നിർമ്മിക്കപ്പെട്ട സിനിമകൾ കോമ്പറ്റ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് പോയിട്ട്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഫിലിം മേക്കേഴ്സ് ഉള്ള ഒരു രാജ്യമാണ് നമ്മുടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനത്തെ ഒരു സ്പേസിൽ പോയിട്ട് ഞങ്ങളുടെ കൊച്ചു സിനിമ ഇന്ത്യയുടെ ഏറ്റവും മികച്ച സിനിമയെ തിരഞ്ഞെടുക്കപ്പെടുന്നു എന്ന് പറയുന്നത് എനിക്കൊന്നും അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ആസ് എ ടീം ഞങ്ങൾക്കൊന്നും നേടാനില്ലാത്തൊരവസ്ഥയിലാണ്. അപ്പൊ അതിന്റെ ഒരു വലിയ സന്തോഷം നിങ്ങളുടെ പങ്കുവെക്കേണ്ടതുണ്ടെന്ന് ഞാൻ ആലോചിച്ചു. അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾ വന്നു, അതിയായ സന്തോഷം. ഒരുപാട് അടുത്ത സുഹൃത്തുക്കളുണ്ട്, അല്ലെങ്കിൽ നേരത്തെ ആനന്ദ് പറഞ്ഞു, ഈ സിനിമയുടെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ താങ്ക്ഫുൾ ആയിരിക്കുന്നത് ഈ സിനിമ കണ്ട ആളുകളാണ്. ഈ ഒരാളെ സിനിമ കാണുകയും ഈ സിനിമ മറ്റുള്ളവർ കാണുക, അല്ലെങ്കിൽ ഈ സിനിമ അടുത്ത ലെവലിലേക്ക് എത്തുക എന്ന് പറയുന്നത് അയാളുടെ ആവശ്യമായി മാറുകയും അയാൾ അങ്ങനെ വർക്ക് ചെയ്തിട്ടാണ് ഈ സിനിമ ഇത്രത്തോളം കാര്യങ്ങൾ അച്ചീവ് ചെയ്തത്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് വളരെ കടപ്പാടുള്ള ഒരു വിഭാഗമാണ് നിങ്ങൾ ഓൺലൈൻ മീഡിയക്കാരും അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരും. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് വിവേകടക്കമുള്ള മാധ്യമ പ്രവർത്തകരോട് ഒരുപാട് കടപ്പാടുണ്ട്. കാര്യം മറ്റു വലിയ സിനിമകളുള്ളപ്പോഴും നമുക്ക് വലിയൊരു വിസിബിലിറ്റി കിട്ടാൻ, അല്ലെങ്കിൽ ആട്ടം പോലെയുള്ള ഒരു സിനിമ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇത് ഒരു വളരെ നല്ല സിനിമയാണെന്ന് ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് മാധ്യമ സുഹൃത്തുക്കൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഞങ്ങൾക്ക് ആസ് എ ടീം ഞങ്ങൾക്കുണ്ടായ ഈ സന്തോഷം നിങ്ങളുടെ കൂടി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നിങ്ങനെ ഒരു 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 ഗ്യാതറിംഗ് നമ്മൾ പ്ലാൻ ചെയ്ത്. ബാക്കി ഷാർജേട്ടൻ പറയും. എല്ലാവർക്കും നമസ്കാരം. വന്നു ചേർന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. സന്തോഷത്തിലാണ്, പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ആട്ടത്തിൻ്റെ ഒരു ഭാഗമായതിൽ ഒരുപാട് സന്തോഷം. ഹരി എന്ന കഥാപാത്രമാകാൻ വേണ്ടി എന്നെ സഹായിച്ച എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് വിനയനോടുള്ള നന്ദി എന്നും മനസ്സിലുണ്ടാവും. ഈ സിനിമയുടെ കഥ കേട്ടപ്പോൾ തന്നെ ഇതൊരു ഒരു നന്മയുള്ള ഒരുപാട് ഇവരുടെ കുറേ സുഹൃത്തുക്കളെ സിനിമയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊരു സിനിമ, ആ ഒരു തോട്ട് തന്നെ ഒരു വലിയ അനുഗ്രഹം, അതൊരു വലിയ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കിട്ടുന്നൊരു കാര്യമാണ്. പക്ഷെ അത് കേട്ടപ്പോൾ തന്നെ ഇത് അങ്ങനെ ഒരു വെറുതെ ഒരു ശ്രമം മാത്രമല്ല, ഇതിനുള്ളിലൊരു ഉഗ്രൻ ക്ലാസ് സിനിമയുണ്ടെന്നുള്ള കാര്യം എൻ്റെ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഞാൻ ഈ അവാർഡ് കിട്ടിയപ്പം വിളിച്ച എല്ലാവരോടും ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഫുൾ കൈഡി ആനന്ദ് ഏകർഷി എന്ന് പറയുന്ന ഫിലിം മേക്കറിനുള്ളതാണ്. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നൊരു കഥാപാത്രങ്ങൾ അതാണ് നിങ്ങൾ കണ്ടതും നിങ്ങളോട് സംസാരിച്ചുമല്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഗംഭീര ഫിലിം മേക്കറാണ് ആനന്ദ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയുടെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ആനന്ദ് പറഞ്ഞു ഇവരിൽ ഒരാളായി ഞാൻ മാറി എന്നുള്ളത്, അതല്ല സത്യം. കാരണം അവരങ്ങനെ ഒരു അങ്ങനെയുള്ള ആളുകളായതുകൊണ്ടാണ്. നമ്മൾ അറിയാലോ, എൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് നമ്മൾ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ഒരു പോസിറ്റീവ് വൈബുള്ളൊരു സ്ഥലത്ത് ഒരു 10 മിനിറ്റ് കൂടുതൽ നിൽക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ അങ്ങനത്തെ ഒരാളാണ്. കാരണം നമ്മൾ വളരെ പോസിറ്റീവായിട്ട് നമ്മൾ സംസാരിക്കാൻ. അപ്പോൾ ഒരു നെഗറ്റീവ് വൈബുള്ളൊരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്കത് അങ്ങനെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഇവരെല്ലാവരും വളരെ പോസിറ്റീവ് വൈബുള്ള, അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് ഞങ്ങളെല്ലാവരും ഒരു ടീമായെന്നുള്ളതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തമാശകൾ പറയുക, സംസാരിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്യുന്നൊരു ഒരുപാട് നാളുകളായിട്ട് പരിചയമുള്ള ആളുകളെ പോലെ ഫീൽ ചെയ്തു എന്നുള്ളതാണ്. അതിന് പ്രധാന കാരണം ഇവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു പോസിറ്റീവ് വൈബ് തന്നെയാണ്. അതൊരു വലിയ അനുഗ്രഹമായിരുന്നു. അപ്പോൾ എന്തായാലും പ്രത്യേകം എല്ലാവരെയും അഭിനന്ദിക്കുന്നു. പ്രത്യേകം അഭിനന്ദിക്കുന്ന ഒരു കാര്യം, ഒരു നല്ലൊരു കൂട്ടായ്മയായിരുന്നു, ഒരു ശ്രമമായിരുന്നു, ഒരു നല്ല ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ദൈവാനുഗ്രഹമാണ് ഈ അവാർഡ്. പിന്നെ മഹേഷിനെ കുറിച്ച് 2 വാക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇതിന് ആട്ടത്തിന് എഡിറ്ററിന് ബെസ്റ്റ് ഡയറക്ടർ എഡിറ്ററിനുള്ള അവാർഡ് കിട്ടുന്ന പറഞ്ഞപ്പോൾ ഞാൻ ഈ മഹേഷിൻ്റെ ഫേസ് എത്ര ആലോചിച്ചിട്ടും എനിക്ക് കിട്ടുന്നില്ല. കാരണം ഈ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഗെറ്റുകുതറിലോ അല്ലെങ്കിൽ ഞങ്ങളുടെ കൂട്ടായ്മയിലൊന്നും മഹേഷിനെ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചില്ല. കാര്യം എവിടെയെങ്കിലുമൊക്കെ പുറകെ പോയി നിൽക്കുന്ന ഒരാളായിരിക്കും. അത് ഈ ഫോട്ടോ കണ്ടപ്പോഴാണ് ഇങ്ങനെയായിരുന്നു എഡിറ്റർ എന്ന് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇപ്പം ആനന്ദ് പറഞ്ഞ വളരെ കറക്റ്റാണ്. കാരണം നമ്മുടെ ആനന്ദ് മഹേഷ് അല്ല ശരിക്കും സംസാരിക്കുന്നത്, മഹേഷിൻ്റെ കൈകളും അതുപോലെ തന്നെ മഹേഷിൻ്റെ ചിന്തകളും ആയിരുന്നു. അപ്പോൾ നമ്മൾ ഏത് ജോലിയിലാണെന്നുണ്ടെങ്കിലും നമ്മൾ 100% കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടിച്ച് ഫ്രണ്ടിലോട്ട് വരണമെന്നില്ല, ദൈവമായിട്ട് തന്നെ ഫ്രണ്ടിൽ കൊണ്ടിരുത്തും എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് മഹേഷ് എന്ന് പറയുന്ന ഗംഭീര എഡിറ്റർ. അപ്പോൾ ഒരുപാട് സന്തോഷം ഈ ടീമിൻ്റെ ഒപ്പം വരാൻ കഴിഞ്ഞതിൽ ദൈവത്തോട് ഒരുപാട് നന്ദി പറയുന്നു. ഇനിയും ഒരുപാട് നല്ല നല്ല സിനിമകളുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ ശ്രമിക്കും. ആട്ടത്തിന് നിങ്ങൾ നൽകിയ പിന്നെ ഒരു പ്രത്യേക നന്ദി സിനിമാക്കാരോട് പറയാനുള്ള, ആട്ടം റിലീസായ സമയത്ത് സിനിമയിലുള്ളവർ തന്നെ ഒരുപാട് ഈ സിനിമയെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്.
നമ്മുടെ ഈ സിനിമയിലുള്ളവരല്ല, സിനിമ കാണുന്ന നല്ല പ്രേക്ഷകർ, അതുപോലെ തന്നെ സിനിമയെ നന്നായി വിലയിരുത്തുന്നവര്, നമ്മുടെ റിവ്യൂ പറയുന്നവര്, അതുപോലെ തന്നെ സിനിമയിലെ തന്നെ അഭിനേതാക്കള്, അതിൻ്റെ നമ്മുടെ സിനിമ കുടുംബത്തിലുള്ളവര്, ഇതിനേറെ പറയുന്നു മമ്മൂക്ക. ഇന്ന് കണ്ടപ്പോഴും മമ്മൂക്ക എന്നോട് പറയായിരുന്നു, ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇതൊരു ഗംഭീര സിനിമയാവുമെന്ന്, ഇപ്പൊ മനസ്സിലായില്ലേ എന്ന് പറഞ്ഞാൽ മമ്മൂക്ക തുടങ്ങി ഒരുപാട് പേര് ഈ സിനിമയ്ക്കൊപ്പം നിന്ന് മലയാള സിനിമാ പ്രവർത്തകരുണ്ട്, പ്രേക്ഷകരുണ്ട്, റിവ്യൂവേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരു പ്രത്യേക നന്ദി ഈ സമയത്ത് പറയുകയാണ്. താങ്ക് യു സോ മച്ച്. ഞാൻ മൈക്ക് നന്ദനുണ്ണിക്ക് കൈമാറുന്നു. ആദ്യം എല്ലാവർക്കും നമസ്കാരം. ഇവിടെ എത്തിയത് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ഇരട്ടി മധുരമാണ്. ഞാൻ അഭിനയിച്ച ആദ്യമായിട്ടാണ് ഒരു നാഷണൽ അവാർഡ് സിനിമയുടെ ഭാഗമാകാൻ സാധിക്കുന്നത്. പിന്നെ ജനനം 1947 എന്നുള്ള സിനിമയ്ക്കും സംസ്ഥാന അവാർഡിന് 2 അവാർഡ് കിട്ടി. സത്യം പറഞ്ഞാൽ ഒരു ഇരട്ടി മധുരത്തിൻ്റെ സന്തോഷത്തിലാണ്. ഇന്ത്യൻ മനോരമയിൽ ഇപ്പോൾ ഈ ഓപ്പണിംഗ് സിനിമയായിട്ട് നമുക്ക് സെലക്ഷൻ കിട്ടിയപ്പോൾ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ആട്ടത്തിന് എന്തെങ്കിലും ദേശീയ അവാർഡിൽ എന്തെങ്കിലും പരിഗണിക്കണം. പക്ഷെ ഇപ്പോൾ ഒരു 3 അവാർഡായിട്ട് നമുക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു നിമിഷം സമ്മാനിച്ചു. അപ്പോൾ ദൈവത്തിന് നന്ദി പറയുന്നു. നല്ലൊരു സിനിമയുടെ ഭാഗമാകാൻ പറ്റി. അത് നമ്മൾ ഇത്രയും വർഷത്തെ ഒരു സൗത്ത് ബന്ധത്തിൽ നിന്ന് ഉണ്ടായ ഒരു സിനിമയാണ്. അപ്പോൾ അതിന് ഇത്രയും വലിയൊരു അംഗീകാരം കിട്ടുന്നതൊക്കെ ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമാണ്. എന്തായാലും താങ്ക് യു സോ മച്ച്. നല്ലൊരു സിനിമയുടെ ഭാഗം സാധിച്ചു. അതുപോലെ ആദിസാറിനോട് നന്ദി പറയുന്നു. ആനന്ദിനും മഹേഷിനും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. താങ്ക് യു. ആക്ച്വലി ഈ സിനിമ 2022 ഡിസംബറിൽ സെൻസർ ചെയ്ത സിനിമയാണ്. അപ്പം കഴിഞ്ഞ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ്സിനാണ് ആട്ടം പരിഗണിക്കപ്പെട്ടിരുന്നത്. അപ്പം ആ സമയത്ത് സിനിമ റിലീസായിട്ടില്ല. അപ്പം ഈ പറഞ്ഞ പോലെ റിലീസായത് ഈ വർഷമാണ്. അപ്പം അയച്ചിരുന്നു. ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ലാസ്റ്റ് അന്ന് അവാർഡ് അനൗൺസ് ചെയ്യുന്നതിൻ്റെ അന്ന് രാവിലേക്ക് ഇങ്ങനെ പല മാധ്യമങ്ങളിൽ നിന്നൊക്കെ ചില ആൾക്കാരൊക്കെ വിളിച്ചിരുന്നു. ഉണ്ട്, എവിടെ ഉണ്ട് സ്ഥലം, നമുക്ക് അവാർഡ് ഉണ്ട്, ആട്ടത്തിനുണ്ട്, എവിടെയാണ് സ്ഥലം എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും തന്നെ അവാർഡുകളൊന്നും കിട്ടിയില്ല. പക്ഷെ ഞാൻ അതിലെ ഒരു എന്താ പറയുക, വളരെ വിഷമത്തോടെ ഒന്നും അല്ല അന്ന് അതിനെ കണ്ടതും. ഇന്നും അങ്ങനെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഒരു അവാർഡ് എന്ന് പറയുന്നത് ഒരു ജൂറിയുടെ ഡിസിഷനാണ്. അത് ഞാൻ വെറുതെ പറയുന്നതല്ല. അതിലെന്ത് നടന്നു അല്ലെങ്കിൽ അതെങ്ങനെയാണ് അതിൽ ചെകഞ്ഞു പോകുന്നതിനോട് എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. ഒരു ജൂറിയുടെ ഡിസിഷനാണ്. ആ ജൂറി എന്ത് തീരുമാനം എടുക്കുന്നു അത് ശരിയായ രീതിയിൽ തന്നെയാണ് നടന്നത്. അതിൻ്റെതായ കാരണങ്ങളുണ്ടാവും എന്ന് വിശ്വസിക്കാനാണ് താല്പര്യം. അതങ്ങനെ തന്നെയാണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അഫ്കോഴ്സ് ഈ ചെറിയ ആഗ്രഹങ്ങൾ നഷ്ടപ്പെടുന്നതിൻ്റെ ഒരു വിഷമം എനിക്ക് മാത്രമല്ല, ഈ ടീമിലുള്ള എല്ലാവർക്കും തന്നെ അവിടെ എവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷെ അതിനൊരു കുറ്റപ്പെടുത്തലായിട്ടോ അല്ലെങ്കിൽ അതൊരു അങ്ങനെ അല്ലായിരുന്നു ഞങ്ങൾക്ക് അവാർഡ് വേണം എന്ന് പറയുന്നതൊക്കെ വളരെ ബാലിഷ്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നെ സംബന്ധിച്ചോളം. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇന്ന് നാഷണൽ അവാർഡ് കിട്ടിക്കഴിഞ്ഞ ഈ സിനിമയ്ക്ക് 3 അവാർഡുകൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും തന്നെ ചോദിക്കുന്നുണ്ട്. എല്ലാവരും തന്നെ അത് പല സ്ഥലങ്ങളിലായിട്ട് പരാമർശിക്കപ്പെടുന്നുണ്ട്, ന്യൂസിലൊക്കെ വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഒരു രീതിയിലും സ്റ്റേറ്റിൽ ഒരു മെൻഷൻ പോലും വരാതിരുന്നത് എന്നുള്ളത്. അത് പക്ഷെ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു ഉത്തരം പറയേണ്ടത് ഞങ്ങളല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അത് ആരാണ് ആ ജൂറി, അതിൻ്റെ ഡിസിഷനാണ്. മേ ബി ദർ വാസ് മച്ച് ബെറ്റർ ഫിലിംസ് എന്നാണ് ഞാൻ അതിനെ കാണുന്നത്. അങ്ങനെ തന്നെയാണ് കാണുന്നത്. പ്രാദേശിക ജൂറി തഴഞ്ഞിരുന്നെങ്കിലോ എന്തായിരുന്നു പ്രാദേശികമായിട്ട് റീജിയണൽ ജൂറി തഴഞ്ഞിരുന്നെങ്കിലും എന്നുള്ളത്. റീജിയണൽ ജൂറി സെലക്ട് ചെയ്തിട്ടുള്ളത് നാഷണൽ ജൂറി തിരിച്ചുവിളിക്കുകയാണെന്നാണ് റിപ്പോർട്ട്. അങ്ങനെ ഞാൻ കേട്ടു. പക്ഷെ എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് അറിയില്ല. അങ്ങനെയാണ് സംഭവിച്ചത്. കാരണം ഇങ്ങനെയൊക്കെ ഞാൻ വാർത്തകളിൽ കേട്ടു. ഇങ്ങനെ ഇപ്പൊ ഇന്നൊക്കെ ആയിട്ട് കുറെ പേര് അങ്ങനെ പറഞ്ഞു, അങ്ങനെ സംഭവിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ സംഭവിച്ചെങ്കിൽ അത് വളരെ കുറച്ച് വിചിത്രമാണ്. എന്താണ് അങ്ങനെ നടന്നതെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണ് നടന്നതെങ്കിൽ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അവസാനം നമുക്ക് കിട്ടിയല്ലോ. അത് സന്തോഷിക്കാനുള്ള വളരെ കൂടുതലാണ്. ഓൾറെഡി ഞങ്ങൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു.
ഒന്ന് ഒരാളെ പരിചയപ്പെടുത്തണം, വളരെ ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ. എനിക്ക് പേഴ്സണലി ഐ ടേക്ക് കെയർ ഓഫ് മാർക്കറ്റിംഗ് ഓഫ് ഫിലിംസ്. ഒരു മാർക്കറ്റിംഗ് എപ്പോഴും സക്സസ്ഫുൾ ആവുന്നത് ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂട്ടറും നമ്മുടെ കൂടെ ഉണ്ടാവുകയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ കൊമേഴ്ഷ്യൽ വയബിലിറ്റി എന്ന് പറഞ്ഞ് ഒരുപാട് സിനിമകൾക്ക് നല്ല ഷോ ടൈമിങ്സ് കിട്ടാതെ പോകുമ്പോൾ, നല്ല തിയേറ്റേഴ്സ് കിട്ടാതെ പോകുന്ന സാഹചര്യത്തിൽ നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ സിനിമയ്ക്ക് വേണ്ടി ഫൈറ്റ് ചെയ്ത് ഞങ്ങളുടെ പ്രോഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ടറാണ് ഈ ഇരിക്കുന്നത്, പ്രദീപ് ഏട്ടൻ, ലൈക്ക് എ ബിഗ് ബ്രദർ ടു ഓൾ ഓഫ് അസ്. ഇന്ന് രാവിലെ ഞങ്ങൾ ആക്ച്വലി എല്ലാവരും മീറ്റ് ചെയ്തപ്പോൾ വി ഡിഡ് തിങ്ക് അബൌട്ട് സംതിങ് ലൈക്ക് ദിസ്. ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചും റിലീസിനെ കുറിച്ചും പറയാൻ ബെസ്റ്റ് പേഴ്സൺ പുള്ളിയാണ്. ഹാൻഡിങ് ഓവർ ടു. ഞാൻ പ്രതിയോട് സംസാരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഈ സിനിമ, ഇത്തരം ഒരു സിനിമ ചെയ്യുന്നതിൻ്റെ ആലോചന വന്നു. അതിനുശേഷം ആനന്ദ് ഒരു 1 ലൈൻ നമ്മളോട് പറഞ്ഞു. അപ്പോൾ 1 ലൈൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അതിനുശേഷം ഞങ്ങൾ പൈലറ്റ് ഷൂട്ട് ചെയ്തു. ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ആനന്ദ് തിരക്കഥ രചനയിലേക്ക് പോയി. അപ്പോൾ വളരെ മികച്ച രീതിയിൽ തിരക്കഥ ആനന്ദ് എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേറൊരു സിനിമയിൽ പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സിനിമയുടെ പ്രൊഡ്യൂസറായി എന്ന് പറഞ്ഞിട്ട് ആ സിനിമയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ടുള്ള പ്രദീപ് എന്നെ വിളിക്കുകയുണ്ടായി. അപ്പൊ ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, ചേട്ടാ അപ്പൊ പുതിയൊരു പ്രൊഡ്യൂസറാണ് വന്നിരിക്കുന്നത്, ഡോക്ടർ അജിജോയ് എന്ന് പറഞ്ഞു. അപ്പൊ പ്രദീപ് എന്നോട് പറഞ്ഞു, ഗംഭീര പ്രൊഡ്യൂസറാണ് അദ്ദേഹം, ഭയങ്കര ഒരു ആർട്ട് ലവറാണ് അദ്ദേഹം, എല്ലാത്തരം സിനിമകളെ പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് ഇന്റർനാഷണൽ ഫിലിംസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഫെസ്റ്റിവൽസിനോട് താല്പര്യമുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പ്രദീപനോട് ചോദിക്കണ്ടായി, ചേട്ടാ അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ തിയേറ്റർ ഗ്രൂപ്പിലുള്ള ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഒരു സിനിമയെ കുറിച്ചിട്ട് ആലോചിക്കുന്നുണ്ട്. അത് തിരക്കഥ എഴുതുന്നത് ഞങ്ങളിൽ പെട്ട ഒരാളായിട്ടുള്ള ആനന്ദ് ഏകർഷിയാണ്. ഞങ്ങളൊരു പൈലറ്റ് എപ്പിസോഡ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര രസമുണ്ട്. തിരക്കഥ വളരെ മനോഹരമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഈ പറയുന്ന ഡോക്ടർ അജിത് ജോയിയെ ഒന്ന് മീറ്റ് ചെയ്യിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നുള്ള കാര്യത്തിൽ ചോദിച്ചു. അപ്പൊ ഇപ്പോഴുള്ള ഒരു അവസ്ഥ പലപ്പോഴും ഒരു സാറ്റലൈറ്റ് ആയിട്ടുള്ള നടനുണ്ടെങ്കിൽ മാത്രമേ പ്രൊജക്ട് ഓൺ ആവുന്നു എന്ന് പറയുന്ന ഒരു സ്പേസും സീനൊക്കെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അന്ന് പ്രദീപേട്ടൻ ഒരു സെക്കൻഡ് കൂടി ഹെസിറ്റേറ്റ് ചെയ്തില്ല, നീ ധൈര്യമായിട്ട് വേടാ ഞാൻ കണക്ട് ചെയ്ത് തരാന്ന് പറഞ്ഞിട്ട് പ്രദീപേട്ടനാണ് എന്നെയും, ഞാൻ അപ്പൊ തന്നെ ആനന്ദിനെ വിളിച്ചു. ഞാൻ വേറെ എവിടെയോ ഷൂട്ട് ചെയ്യായിരുന്നു. ഞാൻ ഷൂട്ടിങ്ങിൽ അവിടുന്ന് അവധി എടുത്തിട്ട് ഞാൻ കൊച്ചിയിൽ വരികയും ഞാനും ആനന്ദും കൂടെ പോയിട്ട്, എനിക്ക് ഓർമ്മയുണ്ട് നീ ഒരു വെള്ള ഷർട്ടായിട്ടിരുന്നത്. അപ്പൊ ഞങ്ങള് രണ്ടുപേരും കൂടെ പോയിട്ട് അജിത് സാറിനെ കാണുകയും അജിത് സാറിനെ ഈ പൈലറ്റ് എപ്പിസോഡ് കാണിക്കുകയും ഞങ്ങളൊരു 10 മിനിറ്റോളം സാറിനോട് സംസാരിക്കുകയും ചെയ്തു. ആ മൊമെന്റിൽ അദ്ദേഹം പറഞ്ഞു, എന്റെ ബഡ്ജറ്റ് ചോദിച്ച്, അങ്ങനെയാണ് ഈ പ്രോജക്റ്റ് ഉണ്ടായത്. അപ്പൊ ഈ സിനിമ, ആട്ടം പോലെയുള്ള ഒരു സിനിമ ഇപ്പോ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അതിൽ വലിയ ഒരു ക്രെഡിറ്റ് അർഹിക്കുന്ന ഒരാളാണ് ഈ സിനിമയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറും ഡിസ്ട്രിബ്യൂട്ടറും ആയിട്ടുള്ള ഞങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ട പ്രദീപ് ഏട്ടൻ. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ വന്നതിലും എല്ലാവരോടും താങ്ക്സ് പറയുന്നു. ഒരു സിനിമ അല്ലെങ്കിൽ ഒരു കഥ നമ്മുടെ അടുത്ത് പല ആൾക്കാരും എൻ്റെ അടുത്ത് കഥ പറയാൻ വരാറുണ്ട്. വലിയ മറ്റേ സൂപ്പർ സ്റ്റാർ പടങ്ങളും അല്ലാത്ത പടങ്ങളും. നമുക്കൊരു കഥ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു സ്പാർക്ക് ഉണ്ടാവുകയാണ് ആ സിനിമയെ കുറിച്ചിട്ട്. അപ്പൊ ആ കഥ കേട്ടപ്പോൾ തന്നെ എനിക്ക് അതിൻ്റെ ഒരു വൈബ് കിട്ടി. ആ കിട്ടിക്കഴിഞ്ഞ ഉടനെ തന്നെ ഇപ്പോൾ നമ്മുടെ വിനയൻ പറഞ്ഞ പോലെ തന്നെ ഈ പ്രൊഡ്യൂസർ അടുത്ത് വന്നു, കണക്ട് ചെയ്തു. പക്ഷെ ഇതിനൊക്കെ ഉപരി ഈ സിനിമ ഉണ്ടാവാൻ നേരത്ത് ഞാൻ പല പ്രൊഡക്ഷൻ ടീമുകളൊക്കെ ആയിട്ട് ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. 10-25 വർഷമായി. പക്ഷെ ഈ സിനിമയിൽ അവര് എന്താണോ ഇതിന് പണ്ട് കാലത്ത് ചെയ്തത് അതേമാതിരി ഇവര് തുടക്കത്തിൽ എല്ലാവരും കൂട്ടി ഒരുമിച്ചിരുന്ന് വർക്ക് ചെയ്തു. അതിനൊരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ അതിന്റെ എന്താണ് അഭിനയിക്കേണ്ടത് അതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് വന്നിട്ടാണ് സിനിമ. അങ്ങനെ വരുമ്പോൾ തന്നെ കോസ്റ്റ് കുറയാണ്, മൊത്തത്തിൽ കോസ്റ്റ് കുറഞ്ഞു. പിന്നെ ഇവരുടെ ടീം വർക്ക് ഇനി അത്ഭുതപ്പെടുത്തി. ഹോട്ടലുകളും മറ്റുള്ളതല്ലാതെ ഒരു റൂമിന്റെ അകത്ത് എല്ലാവരും ഒത്തുകൂടി സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിൻ്റെ ഉള്ളിലുള്ള അവരുടെ ഡെഡിക്കേഷനെ കുറിച്ച് ഞാൻ പഠിച്ചു. അതായത് ഒരു ക്യാപ്റ്റനും അവരുടെ കൂട്ടാളിയായിട്ട് നിൽക്കുന്ന എല്ലാവരും. വിനയും അവരുടെ ഇടയിൽ ഒരാളായി. കാരണം എനിക്ക് അറിയുന്ന വിനയനെ മാത്രമാണ്, ബാക്കിയുള്ള ആരുമല്ല. പക്ഷെ അന്ന് ഞാൻ ഇതിന്റെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാർ പറഞ്ഞു, ഈ സിനിമയ്ക്ക് ശേഷം നിങ്ങൾക്ക് ഈ സിനിമകൾ വരും, ഈ സിനിമ നിങ്ങളുടെ കൂടെ അല്ലെങ്കിൽ എനിക്ക് തന്നെ നിങ്ങളെ പലയിടത്തും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പല ആൾക്കാരും ഇതിനെ വിളിക്കാറുണ്ട് കണ്ടിട്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ ഉണ്ടായി കിട്ടുന്ന വെച്ചാൽ ഇതിന് കൂടെ സഹകരിച്ച തിയേറ്റർ പാർട്ടികളുണ്ട്. നമ്മൾ ഇങ്ങനൊരു സിനിമ ജനുവരിയിൽ കൊടുക്കുമ്പോൾ എനിക്ക് പേടി ഉണ്ടായിരുന്നു ഉള്ളില് എങ്ങനെ. പക്ഷെ തിയേറ്റേഴ്സ് പടം കയറിയതിനു ശേഷം എന്നോട് മാക്സിമം 2 ആഴ്ചയും 3 ആഴ്ചയും 4 ആഴ്ചയൊക്കെ കളിച്ച തിയേറ്റേഴ്സ് ഉണ്ട്. അപ്പൊ ഇന്ന് എനിക്ക് അത്ഭുതം, ഞാൻ ഇന്ന് രാവിലെ PVR ആയിട്ട് സംസാരിച്ചു. അപ്പൊ അവരെന്താ വെച്ചാൽ നമ്മുടെ മലയാളത്തിന് അഭിമാനമായിട്ടുള്ള ഈ ചിത്രം ഞങ്ങള് ഈ വരുന്ന ട്യൂസ്ഡേ
മറ്റേ ഹോളിഡേ തുടങ്ങുകയാണ്, അന്നെനിക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ രാവിലെ വിനയനോടും ആനന്ദിനോടും ചോദിച്ചു നമുക്കിതൊന്ന് റീ റിലീസ് ചെയ്താൽ എങ്ങനെ ഇരിക്കും, ഒന്ന് ചെയ്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ റെഡിയാണ്, നമുക്കത് ചെയ്യാം. അപ്പോൾ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് വർക്ക്. ഐ തിങ്ക് ഫ്രം ട്യൂസ്ഡേ ഓൺവേർഡ്സ് നമ്മൾ മാക്സിമം എറണാകുളത്ത് PVR സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കും. അതിനുശേഷം വൈകുന്നേരം ഇപ്പൊ കോഴിക്കോട് നിന്ന് തിയേറ്റർ പാർട്ടി വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ നമുക്കിതൊന്ന് എങ്ങനെയെങ്കിലും ഒന്ന് വീണ്ടും കളിച്ചു നോക്കിയാൽ എങ്ങനെ ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞു നിങ്ങൾ കളിച്ചോ ഇല്ലയെന്നല്ല, നിങ്ങൾ ചോദിക്കാനുള്ള മനസ്സ് തന്നെ വലിയ കാര്യമായിരുന്നു. ഇത്തരം ചിത്രങ്ങളോട് അഭിമുഖീകരിക്കുന്ന കാര്യങ്ങൾ അത് നമുക്ക് ഭയങ്കരമായിട്ട് ഞങ്ങളുടെ ഫീൽഡിൽ നിൽക്കുന്നവർക്ക് പ്രോത്സാഹനമാണ്. ഇപ്പൊ റീ റിലീസിന്റെ കാലമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നല്ല സിനിമകൾക്ക് എന്നും സ്പേസ് ഉണ്ടാവും. പക്ഷെ ഞങ്ങൾക്ക് അല്ലെങ്കിൽ എനിക്ക് എല്ലാ ലൈഫിലും ഒരു മൈൽ സ്റ്റോൺ ഉണ്ടാവാറുണ്ട്. അങ്ങനെ കിട്ടിയിട്ടുള്ള ഒരു മൈൽ സ്റ്റോൺ ആയിരുന്നു ആട്ടം എന്നുള്ള ചിത്രം. അപ്പോൾ കൊമേഴ്സ്യലായിട്ട് വലിയ പടം ചെയ്യുന്നതിന്റെ കൂടെ ഇടയ്ക്ക് നമുക്ക് ഇങ്ങനത്തെ പടങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നത്. വലിയ സൂപ്പർ സ്റ്റാർ പടങ്ങൾ ചെയ്യാൻ എൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ തന്നെ പടം തന്നെ കയറി കളിച്ചു. പക്ഷെ ഒരു ചെറിയ സിനിമേനെ വലുതാക്കി കൊണ്ടുവരാൻ അറ്റ്ലീസ്റ്റ് മീഡിയ കാണിച്ചിട്ടുള്ള ഉപകരണങ്ങൾ നമുക്ക് മറക്കാൻ പറ്റില്ല. എന്ത് പ്രോഗ്രാംസ് ചെയ്താലും മീഡിയ സപ്പോർട്ട് ഭയങ്കരമായിരുന്നു. മീഡിയ സപ്പോർട്ട്, തിയേറ്റർ സപ്പോർട്ട്, ഇതെല്ലാം ഭയങ്കരമായിരുന്നു. പിന്നെ പടം കണ്ട ആൾക്കാരാണ് ഈ സിനിമയെ പ്രൊമോട്ട് ചെയ്തത്. അവര് മറ്റുള്ളവരെ വിളിച്ചു പറഞ്ഞു. ഇപ്പോ OTT വന്നിട്ട് എനിക്ക് ഒത്തിരി പേര് OTT കണ്ടിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, പ്രതിഭ ഞാൻ പടം കണ്ടു, ഞാൻ വേറെ ആൾക്കാരോട് സജസ്റ്റ് ചെയ്തു. അപ്പൊ എന്താ വെച്ചാൽ ഈ സിനിമ ഇനിയും ഉയരങ്ങളിലേക്ക് പോവാണ്. മറ്റേ ഇന്ന് രാവിലെ ആൻഡ്രോയിഡ് തന്നെ ഞാൻ ചോദിച്ച വേറെ കാര്യമുണ്ട്, നമുക്ക് വേറൊരു ലാംഗ്വേജിലേക്ക് സിനിമ കൊടുക്കാൻ പറ്റുമോ നമ്മൾ ആലോചിക്കാൻ പറഞ്ഞു. മൾട്ടി ലാംഗ്വേജിലേക്ക് സിനിമ മാറ്റുന്നതിനെ കുറിച്ചിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും എനിക്ക് കിട്ടിയത് ഒരു വലിയൊരു ടീമിനാണ് എനിക്ക് കിട്ടിയത്. അതെന്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. എന്തായാലും ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ടു ഓൾ എൻ്റയർ ഗ്രൂപ്പ് ഓഫ് ആട്ടം. എനിക്ക് അതോടൊപ്പം മീഡിയ നമുക്ക് ഈ സിനിമ തുടങ്ങുന്നതിന് മുമ്പും അതിനുശേഷം മീഡിയ കാണിച്ചിട്ടുള്ള ഉപകാരം ഞാൻ മറക്കില്ല. അതും എനിക്ക് വലിയൊരു ഉപകാരമായിരുന്നു. അതുകൊണ്ട് എനിവേ ഇത്ര സിനിമകളെ പ്രൊമോട്ട് ചെയ്യാൻ നിങ്ങൾ ഇനിയും കൂടെ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക്സ്. ഉണ്ട് ഇവിടെ മദൻ ചേട്ടൻ, ഇദ്ദേഹം സ്റ്റീഫ് അസോസിയേറ്റ് ക്യാമറാമാൻ ആണ്. സ്വയം പരിചയപ്പെടും, പേര് പറഞ്ഞു. വിപിൻ എന്നാണ് എൻ്റെ പേര്. ഞാൻ ഈ പടത്തിലെ ചീഫ് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ ആക്ടറാണ് പ്രശാന്ത്. സിനിമയിൽ പ്രശാന്ത് ആക്ടർ ചെയ്തതാണ്. എൻ്റെ പേര് ജോളി ആന്റണി, സിനിമയിൽ ജോളി തന്നെയാണ്. ഞാൻ മദൻ ബാബു, സിനിമയിൽ മദൻ ബാബു എന്നുള്ള പേരിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. എൻ്റെ പേര് സന്തോഷ് എന്നാണ്. സന്തോഷം തന്നെയാണ് സിനിമയിലെ പേര്. ഹലോ, നമസ്കാരം. എൻ്റെ പേര് സെൽവരാജ് രാഘവ്. ശെൽവൻ ചേട്ടൻ എന്നാണ് ഈ സിനിമയിൽ എൻ്റെ പേര്. എൻ്റെ പേര് സിജിൻ, സിനിമയിലും ആ പേര് തന്നെയാണ്. ഹായ്, എൻ്റെ പേര് അരവിന്ദ്, ഞാൻ ചീഫ് അസോസിയേറ്റ് ക്യാമറ ആയിട്ട് അറിയുന്നു. ഞാൻ അഭിനയിച്ചിട്ടില്ല. ഇവിടെ ഇനിയും ഇല്ലാത്ത കുറച്ച് പേര് കൂടെ ഉണ്ട്. സനോഷ് ഉണ്ട്, സുധീരേട്ടൻ, അതുപോലെ അജിച്ചേട്ടനില്ല. നമ്മുടെ സിനിമാറ്റോഗ്രാഫർ അനിരുദ്ധ് അനീഷ് ഇവിടെ എത്താൻ ആൾക്ക് സാധിച്ചിട്ടില്ല. ക്രൂവിൽ എല്ലാവർക്കും വരാൻ പറ്റിയിട്ടില്ല. അവരെല്ലാവരുടെയും ആബ്സൻസ് ഞങ്ങളുള്ളവരെല്ലാവരും കൂടി ഞങ്ങളുടെ സിനിമയുടെ ഈ ഒരു വലിയൊരു അച്ചീവ്മെന്റ് സെലിബ്രേറ്റ് ചെയ്യണം എന്ന് ഡിസൈഡ് ചെയ്തതാണ്. താങ്ക് യു സോ മച്ച്. അഗൈൻ എന്തെങ്കിലും ചോദ്യങ്ങൾ ഇനി ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഒരു ചെറിയ ഞങ്ങളുടെ ഒരു സന്തോഷം, ഒരു കുഞ്ഞൊരു കേക്ക് കട്ട് ചെയ്ത് ആഘോഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ. Any more questions? അപ്പൊ ശരി. എന്റെ പ്രിയപ്പെട്ട എഡിറ്റർ എന്റെ പ്രിയപ്പെട്ട
ഇതാണ് ആള്. അന്നൊരു പിന്നെ വലിയ പരാതി എന്തൊരു വിളി വിളിച്ചില്ല